മഴ ശക്തമായതോടെ മാട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രം റോഡ് വെള്ളത്തിൽ മുങ്ങി. ഇതോടെ ആശുപത്രിയിലെത്തുന്ന നൂറുകണക്കിന് രോഗികൾ ദുരിതത്തിലായി. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ദിവസേന നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന മാട്ടൂൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കുള്ള റോഡിലാണ് ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നത്. മുട്ടോളം വെള്ളത്തിലൂടെ നടന്നു വേണം ആശുപത്രിയിലെത്താൻ. സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളുമെല്ലാം ദുരിതം പേറിയാണ് ആശുപത്രിയിലെത്തുന്നത്. വെള്ളത്തിലൂടെ നടന്നുപോകാൻ സാധിക്കാത്തവർ ഓട്ടോറിക്ഷയും ടാക്സിയും വിളിച്ചാണ് ആശുപത്രിയിലെത്തുന്നത്. റോഡിനിരുവശങ്ങളിൽ മതിൽ കെട്ടിയതും ഓവുചാലില്ലാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണം. അധികൃതർ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ദിവസം തന്നെ ഏതാണ്ട് 500-600-ലധികം ആളുകൾ രോഗികൾ ഇവിടെ ചികിത്സക്കായി എത്തുക. അപ്പോൾ ഇന്നലെ മുതൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ പ്രദേശത്തെ ആളുകൾ പരാതിയായിട്ട് ഞങ്ങൾ ആൾ പറയുന്നതിനെക്കാട്ടും ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അപ്പോൾ ആളുകൾക്ക് നടക്കാൻ പറ്റുന്നില്ല, ഓട്ടോറിക്ഷ പോലും വരാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയൊക്കെ കണ്ട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ ഒരുപാട് ഏകദേശം 300ഓളം ആളുകൾ ദിവസം ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എത്രയോ വർഷങ്ങളായി തന്നെ പറയാം, കുറേ കാലങ്ങളായി നമ്മളിത് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ജനങ്ങൾ ആ ബുദ്ധിമുട്ട് വളരെ കാണുന്നുണ്ടാവും. കഷ്ടപ്പെട്ടിട്ടാണ് ജനങ്ങൾ വരുന്നത് പോകുന്നതല്ലോ. എല്ലാവർക്കും ഇപ്പോൾ വാഹനങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പാവപ്പെട്ട ഒരുപാട് ആളുകൾ ജീവിക്കുന്ന മേഖലയാണ്. അവർ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് മാട്ടൂൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. പ്രശ്നത്തിൽ മാട്ടൂൽ പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭ രംഗത്തിറങ്ങുമെന്ന് CPM മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.